അപ്പോഴേ ഇന്ന് കൂട്ടാൻ വെക്കാനായിട്ട് വാങ്ങിക്കുന്നുള്ള ശീലാവെന്ന് പറയുന്ന ഒരുതരം മീനാണ്. അപ്പം ഞാനിത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. അല്ലാതെ വേറൊരു രീതിയിൽ മുളക് കറിയോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഉത്സവത്തിന് വറുത്തതിൻ്റെ വക കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ വറുത്തരച്ച് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമേ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കണ്ടിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് കല്ലിക്ക് എളുപ്പം വെക്കാമല്ലോ. നൈസ് തൊലിയാണ്, എന്നാലും തോൽ ഇരിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ. അങ്ങനെ തോലക്ക് വെച്ചാണ് ഞാൻ മീൻ എടുത്തത് കേട്ടോ. അരപ്പിന് എടുത്തേക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ വറുത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചാണ്. സാധാരണ ഞാൻ വറുത്തരയ്ക്കുന്നതിന് ഞാൻ വെള്ളം ഒഴിച്ച് അരയ്ക്കാറില്ല. കാരണം എണ്ണ തെളിയുന്ന തേങ്ങയാണെങ്കിൽ എണ്ണ തെളിഞ്ഞ് അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചരച്ചു. അങ്ങനെ നമ്മുടെ മീൻ കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു വന്നു. ഇവിടെ കുറച്ച് ആപ്പിൾ ഇരുന്നു, അതിന് ഭയങ്കര പുളിയായിരുന്നു. അങ്ങനെ ലച്ചു മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ആപ്പിൾ കഴിക്കാനും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാൻ. പുളിയുള്ള ആപ്പിൾ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ ശീലാവ് കൂട്ടാൻ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ വെതറി ഞാനത് വാങ്ങി വെച്ചു. പക്ഷേ നല്ല ടേസ്റ്റാണ്, തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ശീലാവ് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെച്ചപ്പോൾ. മീൻ കൂട്ടാൻ്റെ കൂടെ കുറച്ച് ചീര, പച്ചച്ചീര ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഒഴിച്ചു വിടാനായിട്ട് പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൂണിന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം.